പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ശനിയാഴ്ച. ഈശോയുടെ മക്കളെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം വഴി നമ്മൾ അധികമായി പ്രാർത്ഥിക്കുന്ന ദിവസം കൂടിയാണല്ലോ. എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. ഇന്ന് ശനിയാഴ്ച മാതാവിൻ്റെ ദിവസം. നൊവേനകളും പ്രാർത്ഥനകളൊക്കെ അധികമായി പ്രാർത്ഥിക്കുന്ന ദിവസമാണല്ലോ. എൻ്റെ ഈശോയെ, ഈ മക്കൾ 2 നിയോഗം അല്ലെങ്കിൽ 5 നിയോഗങ്ങളാണല്ലോ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഈ 41 ദിവസത്തേക്ക്. മോനെ ഇതൊരു പക്ഷേ നീ ഇടയ്ക്ക് കയറിയതാണെങ്കിലും കുഴപ്പമില്ല. 41 ദിവസത്തേക്ക് തന്നെ നിയോഗം എടുക്കുക. ഇത് കഴിയുമ്പോൾ വേറെ വീണ്ടും കേട്ടോ. എൻ്റെ ഈശോയെ, ഒരുപാട് കടഭാരത്താൽ തിങ്ങുന്ന മക്കളുണ്ടല്ലോ. കടബാധ്യതയാൽ കഴിയുന്ന അനേക മക്കളെ പരിചയപ്പെടുന്നു, അറിയുന്നു, വരുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടെയെല്ലാം ആ മക്കൾക്ക് ഒരു ആശ്വാസം കൊടുക്കണേ കർത്താവേ. ഈശോയെ, അങ്ങ് ഒരു കൈ സഹായിച്ചാൽ മത്സ്യബന്ധനത്തിന് പോയിട്ട് ഒരു പണിയില്ലാതെ വരുന്ന അനേകം മക്കൾ, വ്യാപാരം നടത്തിയിട്ട് മുതലുകാശ് പോലും ഇല്ലാതെ കഷ്ടപ്പെട്ട് വെറും കൈയോടെ വരുന്ന അനേകം മക്കൾ, ജോലി എടുത്തിട്ട് ശമ്പളം കിട്ടാതെ വരുന്ന അനേകം മക്കൾ, കൃഷി ചെയ്തിട്ട് ഒന്നും കിട്ടാതെ വരുന്ന അനേകം മക്കൾ. ഈശോയെ കർത്താവേ, അനുഭവങ്ങളുണ്ട് കർത്താവേ, അനുഭവങ്ങളുണ്ട് കർത്താവേ. അങ്ങേക്കറിയാലോ കർത്താവേ, അങ്ങ് കാണുന്നു. ഈശോയെ, എന്നാൽ വേദനകളുടെ നിമിഷമായിട്ടും വേദനകൾ മനസ്സിലേക്ക് കൊണ്ടുവരാതെ അങ്ങേ പ്രതി അങ്ങിൽ ശരണപ്പെട്ട് അങ്ങ് തരുന്ന സമാധാനത്തോട് വഴി നടക്കുന്നതിനാൽ കർത്താവേ, എല്ലാം ഞങ്ങളെ മറന്നു കളയുന്നത് കർത്താവേ. എൻ്റെ ഈശോയെ, എത്രയോ വിശുദ്ധന്മാർ, എത്രയോ നീതിമാന്മാർ കർത്താവേ കഷ്ടപ്പെട്ട് സഹനം അതൊരു നന്മയാണെന്ന് മനസ്സിലാക്കി വഴി നടക്കുന്നത് എത്രയോ മക്കളാണ്. അത് അങ്ങയുടെ മക്കളാണ്. അതിലൂടെ മാത്രമേ അവർ രക്ഷയിലേക്ക് കടന്നു വരികയുള്ളൂ എന്ന് അങ്ങ് അങ്ങേക്കറിയാം. അങ്ങ് അതുകൊണ്ടാണല്ലോ അവർക്ക് കൊടുക്കുന്നത്. ഞങ്ങൾ മനസ്സിലാക്കുന്നു. യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. യേശുവേ, വിശുദ്ധിയോടെ സഹനം സഹിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ മാതാവേ. പ്രാർത്ഥിക്കണേ, സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ കർത്താവേ. എൻ്റെ അമ്മ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നല്ല ഓർമ്മയുണ്ട്. സഹനമില്ലാതെ സൗഭാഗ്യമില്ല എന്ന് അരുളി ചെയ്ത ദൈവമേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുകയും ചെയ്യുന്നു എന്ന്. എൻ്റെ മക്കളെ, കഷ്ടപ്പെട്ടിട്ട് ഒന്നും കിട്ടാതെ വരുന്ന മക്കളെ വേദനിക്കരുത്. നാളെ എന്ന് പറയുന്ന ദിവസം നിങ്ങൾക്കുള്ളതാണ്. അത് നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. നിങ്ങളെപ്പോലെ ദൈവത്തെ ആരാധിക്കുന്ന മക്കൾക്കുള്ളതാണ്. വേദനയുണ്ട് മക്കളെ, വേദനയുണ്ട് മക്കളെ. തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാട്ടും കിഴക്കോട്ടൊക്കെ ഓടുക, സമാധാനമില്ല. ഒരുപക്ഷെ ജപ്തി ഓർഡറായിരിക്കാം, ജീവിതത്തിന്റെ ഭാരമായിരിക്കാം. അറിയുന്നു, കേൾക്കുന്നു, കാണുന്നു. കർത്താവേ, അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല കർത്താവേ. ഇവരുടെ വേദന, ഇവരുടെ തൊഴിലെന്താണ്? തൊഴിലില്ലാത്ത ആൾക്കാരുണ്ട്. ഭർത്താവിനെ നോക്കുവാനായിട്ട് പണി കളഞ്ഞിട്ട് ഇതുവരെ ഒരു ജോലി കിട്ടാതെ വേദനിക്കുന്ന മക്കൾ. എൻ്റെ കർത്താവേ, നമ്മളൊക്കെ ചിന്തിക്കും, നമ്മളൊക്കെ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, വയസ്സും കാലൊക്കെ ആയില്ലേ, മക്കളൊക്കെ ഇല്ലേ, ഇനി അവർ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. എന്ത് റെസ്റ്റ് എടുക്കാനാ മക്കളെ? നമുക്കറിഞ്ഞുകൂടാത്തൊരു കാര്യമുണ്ട്. വേലയും കൂലിയില്ലാത്തവൻ, 10 പൈസ വരുമാനമില്ലാത്തവൻ എന്നും അവൻ്റെ സ്ഥാനം പടിക്ക് പുറത്താണ്. മടിയിൽ കനമില്ലെങ്കിൽ അവനൊന്നിനും വേണ്ട, ആർക്കും വേണ്ട. മടിയിലെ കനം നോക്കിയിട്ടാണ് മറ്റുള്ളവർ ചിരിക്കുന്നതും. പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നൊരു കാര്യമാണ്. ഒരു ചായക്ക് വേണ്ടി, ഒരു കാലിച്ചായക്ക് വേണ്ടി, എന്തെങ്കിലും അത്യാവശ്യത്തിന് മക്കളുടെ അടുക്ക കൈ നീട്ടുമ്പോൾ, അല്ലെങ്കിൽ ഭാര്യയുടെ അടുക്ക, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടുക്ക കൈ നീട്ടുവാൻ അവസരം, അതൊന്നും ചിന്തിച്ച് നോക്കിക്കേ. എൻ്റെ ഈശോയെ, ആരോഗ്യം കൊടുക്കണമേ. ആരോഗ്യമുള്ളപ്പോൾ കർത്താവേ, ജോലി ചെയ്ത് ജീവിക്കാനുള്ള അനുഗ്രഹം നൽകണമേ കർത്താവേ. ഈശോയെ, അല്പം നടത്തണം മാതാവേ. അമ്മയുടെ അടുക്കിലേക്ക് വേദനയോടെ കടന്നു വരുന്ന മക്കൾ അനേകം. പരിശുദ്ധ ദൈവമാതാവേ,
ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ കർത്താവേ, അടയാളങ്ങൾ പ്രവർത്തിക്കണമേ കർത്താവേ. ഈശോയെ, 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 ജപ്തി ഓർഡറുകൾ മാറ്റിക്കളയണമേ, ജപ്തി ഓർഡറുകൾ മാറ്റിക്കളയണമേ കർത്താവേ. കർത്താവെ, അവരുടെ കുടുംബത്തിൽ സമാധാനം നൽകണമേ കർത്താവെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ സന്നിധിയിൽ, ബഥേൽ മാതാവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ വന്നത് വലിയ വിശ്വാസത്തോടെയാണ്. ഒരു അത്ഭുതം നടക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ, അതിനായി പ്രാർത്ഥിക്കണമേ. ബഥേൽ മാതാവിൻ്റെ പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകട്ടെ. ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കണേ. ബ്രദറിൻ്റെ കുടുംബത്തിന്, വരാൻ പോണ ധ്യാനങ്ങൾക്കും ധ്യാനകേന്ദ്രങ്ങൾക്കും ധ്യാനകേന്ദ്രത്തിന് ആവശ്യമായ എല്ലാ ആവശ്യങ്ങളും നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. ധ്യാനം കൂടി പോയ എല്ലാവർക്കും നിലനിൽപ്പിൻ്റെ വരം നൽകണമേ. നമുക്ക് മാതാവിൻ്റെ ഒരു പാട്ട് പാടാം. ബേഥേൽ ടീമിൻ മാതാവേ, വേദനയോടെ വരും നേരം വേദനയെല്ലാം മാറ്റിടുവാൻ അമ്മേ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ ഈശോയെ, വേദനകളാല്, തകർച്ചയാല് ബഥേൽ മാതാവിൻ്റെ ധ്യാനകേന്ദ്രത്തിലേക്കോ മാതാവിൻ്റെ പള്ളികളിലേക്കോ കടന്നു വരുന്ന ഓരോ മക്കളെയും കർത്താവേ കൈവിടല്ലേ ഈശോയെ. മാതാവേ, മാതാവേ, ഒന്ന് കണ്ടാൽ മതി. മാതാവിൻ്റെ കൈ ഒന്ന് സ്പർശിച്ചാൽ മതി. ഒരു സുഗന്ധം അവർക്ക് കിട്ടിയാൽ മതി. അത് അമ്മയുടെ സാന്നിധ്യമാണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ ഞങ്ങൾക്കപ്പോൾ മനസ്സിലാക്കുന്ന കർത്താവേ, അനുഗ്രഹിക്കണമേ, അത്ഭുതം നടത്തണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും എല്ലാ മക്കളും ഒരു അനുഗ്രഹമായി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മേ, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ സ്തുതി. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സന്തോഷത്തോടെ ഇരിക്കട്ടോ.